വലിയ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഹിന്ദിയിലൊക്കെ ഒരു പാടത്തിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് മലയാളിക്കാണ് അങ്ങനെ ഒരു അവസരം അയ്യോ കിട്ടുന്നത്? സത്യം. ഏത് മ്യൂസിഷ്യനാണ് ചെയ്തിട്ടുള്ളത്? അതായത് ഇപ്പോൾ ഈ ഹിറ്റ് പാട്ടുകളെല്ലാം എടുത്തു നോക്കിയോ, ഇതിൻ്റെ അകത്തൊന്നും ഇൻസ്ട്രുമെൻ്റ് മൂളെ നിൽക്കത്തില്ല. ഇത് ശരിക്കും ഒരു പ്രോഗ്രാമിംഗ് കീബോർഡ് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളതൊരു വളരെ ഒത്തൻറ്റിക് ആയിട്ട് എങ്ങനെ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റുക ബെൻചേട്ടാ? പറയാൻ മറന്ന പരിഭവങ്ങൾ, പറയാൻ മറന്ന പരിഭവങ്ങൾ, വിരഹാർദ്രമാം മിഴികളോർക്കേ. വീണ, ഫ്ലൂട്ടൊക്കെ അതുപോലുള്ള ഇൻസ്ട്രുമെന്റ്സ് പ്രോഗ്രാമിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആഹാ. മാത്രമല്ല ആ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയാവുന്ന ഒരാൾ പ്രോഗ്രാമിംഗ് ചെയ്താലേ അത് വായിക്കാൻ വരുന്നവർക്കും സൗകര്യമാവുള്ളൂ. അത് പിന്നീട് വായിക്കാൻ വരുന്നവരല്ലെങ്കിൽ ചിലപ്പം പറയും ഇത് ഇങ്ങനെ പ്രോഗ്രാം ചെയ്താൽ എങ്ങനെ ഈ ഇൻസ്ട്രുമെന്റ് വായിക്കുമെന്ന്. പക്ഷേ ഇവർക്ക് അറിയാം, ഇവരോടുള്ള മ്യൂസീഷ്യൻസിന് ആ ഇൻസ്ട്രുമെന്റ് സാധ്യത അറിയാം. ആഹാ. ഇപ്പോൾ ഫ്ലൂട്ട് ഇന്ന ഏത് സ്കെയിലിലെ ഫ്ലൂട്ടിൽ വായിച്ചാൽ നെക്സ്റ്റ് നോട്ട് അത്രയും ബെൻഡ് ആവും എന്നൊക്കെ അറിയാം. വീണയാണെങ്കിലും തന്നെ ചിലപ്പോൾ വീണയുടെ ആ നോട്ട് വരെ കിട്ടില്ലായിരിക്കാം. പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അത് അറിയാൻ വയ്യാതെ പ്രോഗ്രാമിംഗ് ചെയ്താൽ പ്രശ്നം. ഇപ്പോൾ ഈ കഥയിലെ രാജകുമാരൻ പാട്ടില്ലേ, ആ പാട്ടിൽ മധുവിനറിയാതെ ആ ഒരു ബിറ്റ് ഉണ്ടല്ലോ, അത് കേട്ടിട്ടുണ്ടാവും. അത് അത്രയും നമുക്ക് ഒരു പിയാനോ അതിങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത് വായിച്ചിരിക്കുന്നത് ഒരു വീണ പ്ലെയർക്ക് വായിക്കാൻ വേണ്ടി ഡമ്മി പ്രോഗ്രാമിംഗ് ചെയ്തതാണ്. പക്ഷെ അത് വായിച്ചിരിക്കുന്ന ബ്യൂട്ടി കൊണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ പറയുന്നു ഇനി വീണ വായിച്ച് ഇത്ര ഭംഗിയാകുമോ എന്നറിയില്ല. അങ്ങനെയാണ് അത് ഒറിജിനൽ ബിറ്റായിട്ട് മാറുന്നത്. കണ്ണൻ്റെ ഒരു വേറെ പ്രത്യേകത ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഈ ഹിറ്റ് പാട്ടുകളെല്ലാം എടുത്തു നോക്കിയോ, ഇതിൻ്റെ അകത്തൊന്നും ഇൻസ്ട്രുമെൻ്റ് മൂളെ നിൽക്കത്തില്ല. ഇല്ല ഇല്ല. അതായത് ഇപ്പോൾ ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആളാണ്, എൻ്റെ സാധനം ഭയങ്കരമായിട്ട് തകർക്കണം എന്നൊക്കെ കരുതി ആ പാട്ടിൽ ചേരുന്നതാണോ അല്ലേ എന്നുള്ളതല്ല. സാധാരണ എല്ലാവരും ചെയ്യുന്നത് അതല്ല, നമ്മുടെ കഴിവ് കാണിക്കുക. നേരെ തിരിച്ച് പാട്ടിന് എന്താണ് ആവശ്യം ആ കറക്റ്റ് ഇതിലേ പോകത്തുള്ളൂ. കണ്ണൻ ചേട്ടൻ ഞാൻ നേരിട്ടിങ്ങനെ ആലപ്പുഴയിലൊക്കെ ഓരോ പ്രോഗ്രാം കണ്ണൻ ചേട്ടൻ വായിക്കുന്നതൊക്കെ വല്ലപ്പോഴും കണ്ണൻ ചേട്ടൻ ചെന്നൈയിലൊക്കെ ആയിരിക്കുമല്ലോ ആ സമയത്ത്. ഇടയ്ക്ക് കണ്ണൻ ചേട്ടൻ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ആ സമയത്ത് വേറെ ഏതെങ്കിലും ട്രൂപ്പിൻ്റെ കൂടെ ഗാനങ്ങൾക്ക് പോരും. അപ്പോൾ ആലപ്പുഴയിലാണെങ്കിൽ കണ്ണൻ ചേട്ടൻ അവിടെ കാണാനൊക്കെ വരും, ഇങ്ങനെ നിക്കറൊക്കെ നിൽക്കും. അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ, അപ്പോൾ എന്നെ അറിയില്ല, കണ്ണൻ ചേട്ടനെ എനിക്ക് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഗന്ധർവ സംഗീതത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുന്ന ആളെ രതിർവേദത്തിൽ പാടാൻ പോകുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുന്നത് കണ്ണൻ ചേട്ടൻ നല്ല ചൂടായിട്ടിരിക്കുന്ന സമയം ആ സമയത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുദീപേട്ടൻ അറിയാം, ഞാൻ ആ ഫസ്റ്റ് ഡേ ഉറങ്ങിപ്പോയി. ഫസ്റ്റ് സിനിമ പാടാൻ പോയതാണ് ഞാൻ. 5 മണിക്കൊക്കെ എത്തിയിട്ട് ഞാൻ ആ സാലിഗ്രാമത്തൊരു ഒരു ലോഡ്ജിൽ റൂമൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിലേക്കൊക്കെ അമ്മ ഞാൻ എത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു 6 മണിയായി കിടന്നപ്പോൾ 7 മണിക്ക് സ്റ്റുഡിയോയിൽ പോകണ്ട ഇറങ്ങി 11 മണിയായി എണിച്ചപ്പോൾ. അങ്ങനെ സ്റ്റുഡിയോ വരുമ്പോഴാണ് കണ്ണൻചേട്ടനാണ് പ്രോഗ്രാമിംഗ്. കണ്ണൻചേട്ടൻ അങ്ങനെ ഇവരോട് കണ്ടപാടന്നെ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് പരിചയപ്പെട്ടത്, അതാ പറഞ്ഞു തന്നു. പക്ഷെ പിന്നീട് ഒരുപാട് കണ്ണൻചേട്ടൻ എന്നെ കൊണ്ട് കുറേ പാടിച്ചു. ഒരാഴ്ചയായിട്ടും എൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. സുദീപേട്ടനൊക്കെ ചെമ്പകപ്പൂ അത് പാടിയിട്ട് സുദീപേട്ടനൊക്കെ പോയി നാട്ടിൽ വന്ന് തിരിച്ചു വന്നു ചെന്നൈയിൽ. അപ്പോഴും ഞാനിങ്ങനെ കറങ്ങി കിടക്കുക. അപ്പോൾ കണ്ണൻചേട്ടൻ നീ ഇതുവരെ പാടി കഴിഞ്ഞില്ലടാ. അപ്പോൾ ഇളം കോച്ച് ഇവനൊന്നും പാടാൻ വരുന്നത് എനിക്ക് തോന്നുന്നുള്ള കാരണം ഇവൻ പാടി കേൾപ്പിച്ചേ എന്ന് പറഞ്ഞു. അപ്പം കുട്ടൻചേട്ടനൊന്നും ആ പരിസരത്തേ ഇല്ല. അപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ്റെ സ്റ്റുഡിയോ മ്യൂസിക് ലോഞ്ച്. അപ്പോൾ കണ്ണൻചേട്ടൻ ഇതൊന്നും കൊള്ളില്ല, ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പല്ലവി അനുപല്ലവി ചരണം വരെ പാടി. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഓക്കെ ആയിട്ട് വീട്ടിൽ പോകാം. കണ്ണൻചേട്ടൻ ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് കണ്ണൻചേട്ടൻ പിന്നെ എന്നോട് പറഞ്ഞിട്ട് നീ ഈ വൈകി വന്നതിൻ്റെ ശിക്ഷയാണ് ഒരാഴ്ച നിന്നെ കൊണ്ട് പാടിച്ചിട്ട്. ഞങ്ങൾ വിചാരിച്ചത് ഓക്കെ അല്ലെന്ന് പറഞ്ഞ് നാട്ടിൽ കൊണ്ടുപോയിട്ട് നിന്നെ പാടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ല, നിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ഇവിടെ തന്നെ പാടിച്ചു വിട്ടാണെന്ന്. ഈ സെയിം പടത്തിനാണ് സുദീപേട്ടന് അന്ന് സംസ്ഥാന അവാർഡ്, ചെമ്പകപ്പൂവും കാട്ടിൽ. എനിക്ക് മ്യൂസിക് മിർച്ചി അവാർഡ്. രണ്ടും ഒരേ പടത്തിനായിരുന്നു. ഈ ചെമ്പകപ്പൂവും കാട്ടിൽ എന്ന് പറഞ്ഞ പാട്ടിൻ്റെയൊക്കെ പ്രോഗ്രാമിങ് അത് വേറൊരു ലെവലാണ്. കണ്ണൻചേട്ടൻ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ നേരത്തെ ബെന്നിച്ചേട്ടൻ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറയുകയാണ്, ആ സമയത്ത് ചെന്നൈയിലുള്ള പ്രോഗ്രാമേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ നമുക്കറിയാമല്ലോ മാക്കിൻ്റെ കമ്പ്യൂട്ടേഴ്സും
അത് അവരെല്ലാം ലോജിക്കിലാണ് പ്രോഗ്രാമിങ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട പ്രോഗ്രാമേഴ്സ് ജയൻ ചേട്ടൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നവർ ഹിമേഷ് എന്ന് പറഞ്ഞ പ്രോഗ്രാമറുണ്ട്, പിന്നെ വെങ്കടേഷ് പ്രോഗ്രാമർ, അതുപോലെ നവാസ് ഉള്ള സീനിയറായിട്ടുള്ള ഇവരൊക്കെ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ണൻ ചേട്ടനും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാട്ടുകളൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന സെഷൻ കൊണ്ടുവന്ന് സ്റ്റുഡിയോയിൽ ലോഡ് ചെയ്യുമല്ലോ. എന്നിട്ടാണ് അന്ന് സിംഗർ വന്ന് അതാത് സിംഗർ വന്ന് പാടുന്നത്. അപ്പോൾ ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? കണ്ണൻ സാർ സെഷൻ വന്നിരിക്കാറാ ഇടയ്ക്കിടയ്ക്ക് ഇവർ ചോദിക്കും. കാര്യം കണ്ണൻ ചേട്ടൻ അവിടെ നിന്ന് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇവരുടെ ഒന്നും അവർക്കൊക്കെ അന്ന് 2 ഡ്യുവൽ മോണിറ്റേഴ്സാണ്. മാക്കിൻ്റെ തന്നെ വലിയ 2 മോണിറ്റർ, കുറേ വലിയ ഇതിൻ്റെ പിയാനോ തന്നെ വലിയ 7 ഒക്ടേവ് വലിയ കീസുള്ള ഇത്, എല്ലാ സെറ്റപ്പും എന്ന് പറയുന്നത് ഏറ്റവും മോഡേൺ എല്ലാ സാധനങ്ങളും കൂടി. കണ്ണൻ ചേട്ടൻ്റെ അത്ര സംഭവങ്ങളൊന്നും അല്ല ഉപയോഗിക്കുന്ന. സാധാരണ കമ്പ്യൂട്ടറും നമ്മുടെ എനിക്കറിയില്ല ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. ന്യൂവെൻ്റോയിലാണ് പ്രോഗ്രാം ചെയ്തത്. കാരണം മരിക്കുന്നോളം വരെ ഗിഗ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഗിഗ ഞങ്ങൾ ആദ്യം ഞാനും കണ്ണനും കൂടെ ഒരുമിച്ച് മദ്രാസിൽ പോയി വാങ്ങിച്ചതാണ്. ഞങ്ങൾ പോയി മറ്റേ ഓഡിയോ മീഡിയ എന്ന് പറയാം, അവിടെ പോയാണ് അത് വാങ്ങിക്കുന്നത്. അത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാണ്. അത് കണ്ണൻ മരിക്കുന്നോളം വരെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ കമ്പനികൾ ആ സ്ട്രിങ്സ് അതുപോലെ യൂസ് ചെയ്യുന്ന വേറെ ആരും. കണ്ണൻ ഈ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് അവൻ്റെ ഒരു SL റൂമിൽ ഞാൻ പോയിരുന്നു രാത്രി. അപ്പോഴാണ് ഞാനിങ്ങനെ ഇവൻ ന്യൂവൻ്റെ 4 ആണ്. അപ്പോൾ ഞാൻ ചേട്ടാ എല്ലാവരും ലോജിക്കിലേക്കൊക്കെ മാറിയല്ലോ, അപ്പം നീ എന്താ മാറാഞ്ഞത്? എടാ നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കംഫർട്ടാണ്, നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കുന്നവർ ഓക്കെയാണ്, നമ്മളുടേതുള്ള സൗണ്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിക്കളിച്ചായിരുന്നു. നമ്മൾ വൃത്തിക്ക് സാധനം കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അപ്പോൾ ഇത് കൊണ്ടുവന്ന് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ വലിയ വലിയ പ്രോഗ്രാമേഴ്സ് ഇതുപോലുള്ളവരൊക്കെ വന്ന് ഇങ്ങനെ ബാക്കിൽ വന്നിട്ട് സ്റ്റുഡിയോയിൽ ഇങ്ങനെ നിന്ന് കേൾക്കും. ബിനീഷേട്ടനൊക്കെ ഇപ്പം ഒരുമിച്ച് കളിച്ച് വളർന്ന പിന്നെ മ്യൂസിക്കിലേക്ക് നിങ്ങൾ സീരിയസ് ആയിട്ട് രണ്ടുപേരും വരുന്നത് എങ്ങനെയാണ്? ഇവൻ കുഞ്ഞിലെ ആദ്യം ഞാൻ കാണുമ്പോൾ ഇവൻ ക്ലാസിക്കൽ കർണാട്ടിക് പഠിക്കുന്നുണ്ട്. വോക്കൽ പഠിച്ചിട്ടുണ്ട്. അതൊരു 4ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ. പിന്നെ അവൻ പഠിച്ചത് തബലയാണ് പഠിച്ചത്. അറിയാമോ? തബല പഠിച്ചത്. ഒരു ചെറിയ തബലയൊക്കെ വെക്കേഷൻ. മദനൻ ചേട്ടൻ്റെ അടുത്താണ് പഠിച്ചത് അല്ലേ? പിന്നെ അതിനുശേഷം പുള്ളി വയലിലേക്ക്. ഞാൻ അന്നൊരു നോട്ട് ഇട്ട സമയത്ത് ഒരു കമൻറ്റ്, ഞാൻ ആളുടെ പേര് മറന്നുപോയി. ഞാൻ ബാലൻ സാറിൻ്റെ വീട്ടിൽ പോകുമ്പം കണ്ണൻ അവിടെ ഒരു എന്താ പറയുക ഹാർമോണിയത്തിൽ വായിച്ചിരിക്കുന്ന ചെറിയ കുട്ടി 8 വയസ്സോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇവരന്ന് ഹാർമോണിയം പഠിക്കാനുള്ളതല്ലേ, വീട്ടില് കണ്ണന്റെ പെട്ടിയുണ്ട്. കണ്ണൻ എന്ന് പറഞ്ഞാൽ കണ്ണൻ ഹാർമോണിയം വർക്ക്സ്. അപ്പൊ ഈ കണ്ണന്റെ പെട്ടി ഈ കണ്ണന്റെ പെട്ടിയല്ല, കണ്ണൻ ഹാർമോണിയം വർക്ക്സ് എന്റെ വീട്ടിലുണ്ട് ഇപ്പോഴും പറഞ്ഞു. ആ ഹാർമോണിയത്തിൽ ഇവൻ സ്കൂളിൽ പോയി പ്രൈസ് വാങ്ങിച്ചിട്ട് വരുമ്പോഴാണ് വീട്ടറിയണത്. അപ്പൊ അന്ന് വായിച്ച മറ്റേ മാമാട്ടിക്കുട്ടിയമ്മ പാട്ടില്ലേ, മാമാട്ടി, ആ പാട്ട് പുള്ളി പോയി വായിച്ച് പ്രൈസൊക്കെ വരുമ്പോഴാണ് പുള്ളി ഇങ്ങനെ പണി ചെയ്യണത് വീട്ടറിയണത്. അപ്പൊ അവന്റെ കയ്യിൽ ഞാൻ എന്ത് ഇൻസ്ട്രുമെന്റ് കിട്ടിയാലും, പുതിയൊരു ഇലക്ട്രോണിക്സ് കീബോർഡ് കിട്ടിയാലും പുള്ളി അതിന്റെ പണി പെട്ടെന്ന് പഠിച്ചത്. കൊട്ടാരം വീട്ടിൽ ആ ഒരു പിക്കപ്പ് ഇടുമ്പോ അതിന്റെ ഇടയിൽ കണ്ണചേട്ടൻ കയറി വരലെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് ആ ബ്യൂട്ടി അങ്ങ് പോകുമല്ലോ. അതാണ് ഇവരുടെ ഒരു കോമ്പിനേഷൻ. എന്റെ ഒരു ഹിറ്റ് മാത്രം ഉണ്ടല്ലേ. ഞാൻ ഒരു ദിവസം നോക്കുമ്പോഴത്തേക്കും മറ്റേ കാറ്റേ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക റൂമിൽ ഇരുന്നിട്ട്. അപ്പോൾ കമൽ സാറ് പുറത്തുണ്ട്, കുട്ടൻചേട്ടനൊക്കെ പുറത്തുണ്ട്, ജനൽ സാർ പുറത്തുണ്ട്. ഞാൻ നോക്കുമ്പോൾ ക്ലാർനെറ്റ് വായിക്കുമ്പോൾ നമ്മുടെ ജാൻസൺ ചേട്ടൻ വെറുതെ ഇരുന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു, ക്ലാർനെറ്റ് കണ്ണൻചേട്ടൻ വായിച്ചോണ്ടിരിക്കുന്നു. അതിലുള്ള സാധനങ്ങളൊക്കെ ജാക്സേട്ടൻ വന്നു, ക്ലാർനെറ്റ് എടുത്ത് ജാക്സേട്ടൻ അത് എടുത്തു കഴിഞ്ഞ് കണ്ണൻചേട്ടൻ വായിച്ചോണ്ടിരിക്കുന്നു ക്ലാർനെറ്റ്. അതിൽ ഒരു യൂട്യൂബിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടിട്ടുണ്ട്, ഹാർമോണിയം വായിക്കുന്ന കാറ്റേ വായിച്ചിടുന്നത്. അതിലെ ഒറിജിനൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ തന്നെ സോളോ വയലിൻ, ക്ലാർനെറ്റ് അങ്ങനെ വായിച്ചിട്ടുള്ളതുകൊണ്ട്. അതുപോലെ ബുൾബുൾ, ഇപ്പം നമ്മുടെ അണ്ണാറക്കണ്ണ എന്ന് പറഞ്ഞ പാട്ടിലൊക്കെ ബുൾബുൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എവിടുന്നോ ബുൾബുളൊക്കെ എടുത്തു വന്ന് ഒറിജിനലി പ്ലേ ചെയ്തിട്ടുണ്ട്. അണ്ണാറക്കണ്ണ 1 man ബാൻഡാണ്, അതിനകത്ത് വേറെ ഒന്നും വായിച്ചിട്ടില്ല, തബല ഡോലൊക്കെ ഒന്നും വായിച്ചിട്ടില്ല, എല്ലാം പ്രോഗ്രാമിംഗ് മാത്രമാണ് കേൾക്കുന്നത്. അല്ല, പ്രോഗ്രാമിങ്ങിൻ്റെ ഈ ഒരു സാധ്യതയെ ഭയങ്കരമായിട്ട് കൂടി, അതായത് ഇപ്പോൾ കീബോർഡ് പ്ലേ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ട് കൂടുതലും അത് എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഘർഷോമിലൊക്കെ വർക്ക് ചെയ്ത ഇപ്പോൾ രമേശ് നാരായൺ അതുപോലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് ബിനിച്ചേട്ടാ? കർഷോമിൽ എനിക്ക് മറക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ, കർഷോമിൻ്റെ വർക്കിന് വേണ്ടി ഞാൻ കോട്ടയത്തു നിന്ന് അന്നൊരു മാരുതി വാന, അതിൻ്റെ അത് നിറച്ച സാധനമൊക്കെ ആയിട്ട് ഞാൻ ട്രിവാൻഡ്രത്തിന് പോവുക. ട്രിവാൻഡ്രത്തിന് ഒരു 10 കിലോമീറ്റർ മുമ്പ് വെച്ച് ഞാൻ ഉറങ്ങിപ്പോയി. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. വണ്ടി ഇടിച്ച്, ഒരു സ്കൂട്ടറുകാരൻ ഇടിച്ചെന്ന് പിന്നെ ഞാൻ അറിയുന്നത്. ഇടിച്ച് ഞാൻ ഓടക്കകത്ത് പോയി, ഒരു കാനക്കകത്ത് പോയി. എൻ്റെ അകത്ത് കയ്യിൽ എല്ലാം ചോരയൊക്കെ ആയിട്ട് ഇറങ്ങി വന്ന് ഞാൻ നിൽക്കുമ്പോൾ വേറൊരാളെ എടുത്തുകൊണ്ട് പോകണം.
അപ്പം ഞാൻ ചായക്കെന്നാ പറ്റിയാന്ന് വെച്ചു. അപ്പോൾ താൻ പോയി അയാളെ ഇടിച്ചു തന്നു. എന്നിട്ട് ആ രക്തം ചിന്തി ഞാൻ SS പോയി ആ രക്തം ചിന്തിയായിരുന്നു ആ വർക്കിന് വായിക്കുന്നത്. അന്ന് ആ വർക്കിന് വായിക്കുന്നത്. അതുകൊണ്ട് ആ വർക്ക് മറക്കും. വേറൊരു രസം കൂടെ ഉണ്ട്. രസമല്ല, എന്നെ സംബന്ധിച്ച് ആ വർക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് പുറമേ നിന്ന്. പക്ഷേ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സിനിമയുടെ റെക്കോർഡിങ് കണ്ടത് ഗർഷമാണ്. ഞാനന്ന് കോളേജിൽ പഠിക്കുക തിരുവനന്തപുരത്ത്. അപ്പോൾ കണ്ണൻ ചേട്ടനും ഫ്ലൂട്ട് ജോസ് ചേട്ടനും ഉണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി ഞാൻ ആ സ്റ്റുഡിയോയിൽ വന്നു. അപ്പോൾ ഇതിൻ്റെ ട്രാക്ക് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കൃഷ്ണകുമാറാണ്, പറയാൻ മറന്ന പരിഭവങ്ങൾ, അദ്ദേഹമാണ് ട്രാക്ക് പാടിയത്. അങ്ങനെ ഞാൻ SS സ്റ്റുഡിയോയിൽ അന്ന് ഈ ദിവസം വന്നിട്ടുണ്ട്. പറയാൻ മറന്ന പരിഭവങ്ങൾ, പറയാൻ മറന്ന പരിഭവങ്ങൾ, വിരഹാർദ്രമാം മിഴികളോർക്കേ, സ്മരണകൾ തീരയായി പടരും ജലധിയായി, സ്മരണകൾ തിരയായി പടരും ജലധിയായി, ഒഴിയും നിലാവുപോൽ വിവശനായി, പറയാൻ മറന്ന പരിഭവങ്ങൾ, വിരഹാർദ്രമാ മിഴികളോർക്കേ. നിഖിലിന്റെ മനസ്സിൽ ഭയങ്കര ഡീപ്പ് പാട്ടുണ്ട് കേട്ടോ. വളരെ റിതം ബേസ്ഡ് ആയ പാട്ടുകൾ ഇവർ ചെയ്തിപ്പം ഒരുപാട് പാട്ട് എന്ന് പറഞ്ഞ പോലെ ആ. മല്ലു സിംഗിലെ പാട്ടൊക്കെ അന്ന് പഞ്ചാബി ബാങ്കട ഋതമൊക്കെ വരുന്ന അത്തരം പാട്ടുകൾ, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഇപ്പം ലാലി ലാലി എന്ന് പറഞ്ഞ പാട്ടൊക്കെ, ആ. അത് ഞാനും ചംചം അതിലെ മൃദുല പാടിയ പാട്ടുണ്ടല്ലോ, ലാലി കളിമണ്ണില്ലേ, കളിമണ്ണിലെ ലാലി ലാലി എന്ന് പറഞ്ഞ പാട്ട്, അതൊക്കെ വളരെ സോഫ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട പാട്ടുകളാണ്. അതിനകത്തൊരു പാൻ ഫ്ലൂട്ട് പോലത്തെ ഒരു ബീജമുണ്ട് അതിൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വോയിസ് വരുന്നത്. അപ്പോൾ അത് ഞാൻ കേട്ടപ്പോൾ ഞാൻ ജയചേട്ടൻ ചോദിച്ചേട്ടാ ഇത് എന്ത് ഫ്ലൂട്ടാണ് വായിച്ചത്. അപ്പോൾ കമലാകർ സാറാണ് സാറിന് ഫ്ലൂട്ട് വായിക്കാൻ സാർ വരുന്നത് റെക്കോർഡിങ്ങിന്. എന്തെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂട്ടാണ്. അപ്പോൾ പറഞ്ഞാൽ അല്ല, അത് ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഫ്ലൂട്ട് കൊണ്ട് വായിപ്പിക്കണം, പക്ഷെ അത് കണ്ണൻ ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ അതല്ല, അത്ര ഭയങ്കര ബെൻഡാണ്, അത് വലിയ ബെൻഡാണ്. അതങ്ങനെ ഒരു ഫ്ലൂട്ടിൽ അത്രയും വളയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പറഞ്ഞു ഞാൻ ചോദിച്ചു അത് ഇങ്ങനെ ഇത് കീബോർഡിലാണല്ലോ ഇത് വളയ്ക്കണ്ടേ. അതാണ് കണ്ണൻ എന്ന് പറയുന്നത്. ഇപ്പം ബെന്നിച്ചേട്ടൻ വീണ്ടും രമേശ് നാരായൺ സാറുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, മേഘമൽഹാറിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക, ഇവർ രണ്ടുപേരോട് വർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്ര കമ്പോസേഴ്സാണ്. രവീന്ദ്രൻ മാഷുണ്ട്. വേറൊരു കാര്യം പറയാം. രാധാകൃഷ്ണൻ്റെ ഒരു വർക്ക് ചെയ്യാം, വർക്ക് കഴിഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചത് നാളെ തന്നെ വർക്ക്, നാളെ രമേശ് ചേട്ടൻ്റെ വർക്കാണ്, രമേശ് നാരായൺ വർക്ക്. അപ്പോൾ പുള്ളി പറയാ നിങ്ങൾ രണ്ടുപേരും വെള്ളത്തിൻ്റെ സ്വഭാവം. അപ്പം അതാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ഓർത്ത് പുള്ളി പറഞ്ഞു കുപ്പിയിലിരുന്ന കുപ്പിയുടെ ഷേപ്പാണ്, ഗ്ലാസ്സിലിരുന്ന ഗ്ലാസിന്റെ ഷേപ്പ്, വലിയ ചെരുവത്തിലിരുന്ന ചെരുവത്തിൻ്റെ, അതായത് എവിടെയും കൊള്ളിക്കാം. അത് ഭയങ്കര വലിയ അംഗീകാരം കൂടെയാണ്. രാധാകൃഷ്ണൻ സാറിൻ്റെ ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത ഒരു ഉഗ്രൻ വർക്കാണ് കണ്ണെഴുതി പൊട്ടു തൊട്ട്. അതുപോലെ ഇതുണ്ടല്ലോ അനന്തഭദ്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കണ്ണചേട്ടനാണ്, സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് പലർക്കും അറിയില്ല. അതുപോലെ തന്നെ അദ്ദേഹം വേറെ വർക്ക് ചെയ്തിട്ടുള്ളത് ഒരുപാട് സംഗീത സംവിധായകർക്ക് വേണ്ടി ഗോസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇവർ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് ഒരുപാട്. പല സംഗീത സംവിധായകരുടെ പേരിലാണ് വരുന്നത്, പക്ഷെ ഇവരാണ് ചെയ്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട്. ബീജമുണ്ട്, സുഖമാണി നില, അതിന്റെ ബീജം കണ്ണം പാടിയതാണ്. ചെമ്പൂപ്പും കാട്ടിലെ എല്ലാ വോയിസും കണ്ണചേട്ടൻ്റെ. ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് വരുന്നത് താം തിരക്കിട എല്ലാം കണ്ണചേട്ടൻ്റെ. കാറ്റ് വന്ന് വിളിച്ചപ്പോൾ ആ മൂവിയിലെ പാട്ട്, നല്ല പാട്ടുകളാണ് അതിലെ സിനിമയിലുള്ള പാട്ടുകൾ. അത് ബെന്നിച്ചേട്ടൻ പറഞ്ഞിരുന്നു, കോറസ് വരെ പാടിയതാണ്. ചെയ്തിട്ട് ഈ വോയിസ്, ഈ പ്രോസസ്ഡ് വോയിസ് ഉപയോഗിക്കുന്ന ഒരു
കാലം റഹ്മാൻ സാറിൻ്റെ മ്യൂസിക് മുതലാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ കേൾക്കുന്നത്. മുമ്പ് ഹിന്ദിയിലൊക്കെ വിജു ഷായൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ചില പ്രത്യേക ടൈപ്പ് വോയിസസ്. പക്ഷേ മലയാള സിനിമയിൽ ഇവരാണ് അത്തരം എക്സ്പെരിമെൻ്റ് തുടക്കം കുറിക്കുന്നവരാണ്. ബെനിച്ചേട്ടാ, അങ്ങനെ എക്സ്പെരിമെന്റ് നടത്താൻ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ പ്രചോദനം എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും? ഒരു സത്യം കൂടെ പറയാം. എല്ലാ സത്യങ്ങളും പറയണം. അതിനകത്ത് വോയിസുകൾ കേൾക്കുന്നുണ്ടല്ലോ, അതെല്ലാം സാമ്പിളാണ് ശരിക്കും. വെറും സാമ്പിൾസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അത് ജോസിനെ കൊണ്ട് പാടിച്ചെന്നേ ഉള്ളൂ. അത് സാമ്പിളാണ്. എൻ്റെ ഗിറ്റാർ ലീഡ്സ് അതെല്ലാം സാമ്പിൾസ്. അന്ന് ഈ ഇങ്ങനത്തെ വലിയ ഇതൊന്നുമില്ലല്ലോ, മൊത്തം ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെച്ചത്. ഇത് ശരിക്കും ഒരു പ്രോഗ്രാമിംഗ്, കീബോർഡ് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളതൊരു വളരെ ഒത്തൻറ്റിക്കായിട്ട് എങ്ങനെ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റുക ബെൻചേട്ടാ? പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ട്യൂൺ കിട്ടുന്നു. ട്യൂൺ ഇപ്പം മ്യൂസിക് ഡയറക്ടർ അതൊരു തന്നെ വെച്ചൊരു ട്യൂൺ തരുന്നു. ആ ട്യൂണിൻ്റെ അതിൽ സിറ്റുവേഷൻ എന്താണെന്ന് ഡയറക്ടറോ മ്യൂസിക് ഡയറക്ടറോ പറഞ്ഞു തരുന്നു. ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിനെ മാറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ കേൾക്കുമ്പം ആ സിറ്റുവേഷനായിട്ട് നമുക്ക് തോന്നണം, ഫീൽ ചെയ്യണം. പലരും ഓരോ സിറ്റുവേഷൻ പറയുന്നത് ഇതിൻ്റെ BGMs ഇങ്ങനെ വയലിൽ കൂടി ഇങ്ങനെ ഇപ്പം നടന്നു പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വയലിനനുസരിച്ചുള്ള മ്യൂസിക് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ സിനിമ വരുമ്പോൾ വയലായിരിക്കില്ല, അത് വേറെ. പക്ഷെ ഇങ്ങനെയുള്ള ഈ പറയുന്ന ആശയത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ ചെയ്തെടുക്കുന്നു, അതാണ് ശരിക്കും നല്ല പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്തുള്ള ടെക്നിക്സ് പലതും കാണിക്കാം. കാരണം ഇത് വെറും മ്യൂസിക് മാത്രമല്ല, ടെക്നോളജിയും. അത് വേറെ കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ 24 ബാർ അല്ലെങ്കിൽ 32 ബാർ ഈ പറയുന്ന ഇത്രയും സമയം ഒരു പല്ലവിക്ക് അനുപല്ലവിക്ക് ഇടയിൽ കുറേ സംഗീത ശകലങ്ങൾ നിറയ്ക്കുന്നതിലല്ല പ്രോഗ്രാമിങ്. വിഷ്വലി ആ സ്ക്രീനിൽ എന്താണ് വരാൻ പോകുന്നതെന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയ്ക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഈ പാട്ടിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതിനെല്ലാം മ്യൂസിക്കലി ഒരു ലാംഗ്വേജ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, മ്യൂസിക് തന്നെ ഒരു ഇമോഷനെ പോർട്രേ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണല്ലോ എപ്പോഴും. മ്യൂസിക്കിന്റെ റോളും അത് തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് മാറും ഓരോ സിറ്റുവേഷൻ. ഇപ്പം നന്ദനത്തിലെ മനസ്സിൽ മിഥുന മഴ എന്ന് പറഞ്ഞ പാട്ടിന്റെ സിറ്റുവേഷൻ കാർമുകിൽ പറഞ്ഞായിട്ട് ഒരുപാട് വളരെ വ്യത്യാസമുണ്ട്. ഒരു ഫാന്റസിയാണ്. അപ്പോൾ ഒരു കുറേ നർത്തകരൊക്കെ വന്ന് ജഗണ അത് ഒരു ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത്. സിനിമ അതുവരെ ഒരു ഡ്രാമ പോകുന്ന വളരെ സെന്റിമെന്റലായിട്ട് പോയിട്ട് അവിടുന്ന് പെട്ടെന്ന് മുഴുവൻ ഓഡിയൻസിൻ്റെയും എനർജി കൂട്ടിയെടുക്കുന്നത് ആ ഒരു ഒറ്റ ബീജ് വരുമ്പോൾ തന്നെ തിയേറ്ററിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ് അല്ലേ? വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കാണുമ്പോഴും അതേ ഇമ്പാക്റ്റ് അല്ലെ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇല്ലേ? ആ നന്ദനത്തിനെ കുറിച്ച് അതൊക്കെ കയറി വരും നമുക്ക്, ആ പഴയ ഓർമ്മ എന്ന് പറയുന്നത് നമുക്കപ്പം രോമാഞ്ചം ഉണ്ടാകുന്നു ആ ബീജി കേൾക്കുമ്പോൾ. കണ്ണൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം രാത്രി നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാം, അല്ലാതെ നമുക്ക് എന്നാ നാളെ ചെയ്തേക്കാം അങ്ങനത്തെ ഒന്നുമില്ല. ഇത്രയും ഈ ഒരു പ്രഷർ എങ്ങനെയാണ് ഒരാൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പം പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പല വർക്കുകളുണ്ടല്ലോ. ഇപ്പോൾ ഒരു സിനിമ മാത്രമൊന്നും ആയിരിക്കില്ലല്ലോ, കുറേ ഡിവോഷണൽസ് ഉണ്ടാവും, കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വർക്കുകൾ കുറേ ഉണ്ടല്ലോ. ഇതെല്ലാം ഈ പ്രഷറെല്ലാം കൂടെ ഒരാളെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇത്രയും ഇതിനുള്ള ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണമല്ലോ. കംപ്ലീറ്റ് മ്യൂസീഷ്യൻ. ഈ ടെക്നോളജിയിലേക്ക് വരുന്ന സമയം അത് നമ്മൾ ശരിക്കും ഈ പ്രോഗ്രാമിങ്ങും ഇങ്ങനെ അപ്പം എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ത്രില്ലുണ്ടോ? ഓരോന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ ചുമ്മാ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പിന്നെ അതിനെ ഇംപ്രൂവൈസ് അങ്ങ് പോകുക. നന്ദനത്തിന് മുമ്പ് രവീന്ദ്രൻ മാഷയുടെ വളരെ പോപ്പുലറായ പാട്ടുകൾ കണ്ണൻ ചേട്ടൻ പ്രോഗ്രാമിംഗ് ചെയ്തതാണ് കന്മദം, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട്. അത് ഭയങ്കര ഹിറ്റായ ഒരു പാട്ടാണ്. അപ്പോൾ അത് അതിന്റെ റിതം പ്രോഗ്രാമർ അഫ്സലാണ്. അന്ന് ബെന്നിച്ചേട്ടനൊക്കെ എന്തെങ്കിലും അസൗകര്യം കൊണ്ടായിരിക്കും, ഇവരാണുള്ള കോമ്പിനേഷൻ. കണ്ണൻ ദുബായിൽ നിന്ന് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫിലിം അതാണ് ചെയ്യുന്നല്ലോ. ശരി. അപ്പോൾ അതിലെ പാട്ടുകളൊക്കെ അഫ്സൽ എന്നോട് പറയാറുണ്ട് പലപ്പോഴും. അന്ന് അവരൊന്നിച്ചിരുന്ന് വർക്ക് ചെയ്ത കഥകളൊക്കെ അവരൊന്നിച്ചും ചില പടങ്ങൾ മോഹൻ ചേട്ടൻ്റെ ചില പടങ്ങളും ചെയ്തിട്ടുണ്ട്. അഫ്സലും കണ്ണൻ ചേട്ടനും കൂടെ ചെയ്തിട്ടുണ്ട്. ബെന്നിച്ചേട്ടനും കണ്ണനോട് ചെയ്തൊരു സിനിമ മ്യൂസിക് ചെയ്ത സിനിമയുണ്ട്, പറഞ്ഞില്ല. അത് ചെയ്യാൻ പറയുമ്പോൾ അങ്ങ് ചെയ്യാന്നുള്ളത്. അതിന് നിങ്ങളിത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു നിന്നാണല്ലേ? രാജസ്ഥാൻ സാറിന്റെ അല്ലേ ഇത്? കണ്ണന സമയത്ത് ഒത്തിരി പേര് സിനിമയുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടർമാരുടെ ഒരു അങ്ങനെ ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ മാറി നിൽക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? ബിനിച്ചേട്ടനോടൊക്കെ വർക്ക് ചെയ്യാനുള്ള ഓക്കെ.
നമ്മളൊരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ളതിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാം ചെയ്യാൻ ആരും വിളിക്കത്തില്ല. അപ്പം ഒഴിവാക്കി. 70കളിൽ RK ശേഖർ സാർ അങ്ങനെയായിരുന്നു. ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും ബാബുരാജ് സാറിൻ്റെയും അർജുനൻ മാസ്റ്ററുടെയും ദേവരാജൻ മാസ്റ്ററുടെയും രാഘവ മാസ്റ്റർ, ഇവർക്ക് എല്ലാവരുടെയും ഓർക്കസ്ട്ര അറേഞ്ചർ, ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പാട്ടുകൾ BG സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നല്ലോ RK ശേഖർ സാർ. പിന്നീട് അദ്ദേഹം അധികം സിനിമകൾ ചെയ്യാൻ ശ്രമിച്ചില്ല, ഇവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്ത എന്ന് പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ആ സമയത്തുള്ള എല്ലാ സംഗീത സംവിധായകരുടെയും പാട്ടുകൾക്ക് പിന്നിൽ ഇവരായിരുന്നു. എല്ലാം ഇപ്പം മോഹൻ സാറിന്റെ കൂടെ ഉണ്ട്, ഇവർ ചെയ്തിട്ടുണ്ടല്ലോ രണ്ടുപേരും കൂടെ. പിന്നീടാണ് ജയചന്ദ്രൻ ചേട്ടൻ്റെ കൂടെ വന്നതിന് ശേഷം പിന്നെ കണ്ണൻ ചേട്ടൻ കുറച്ച് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ മാത്രമായിരുന്നു കുറേ കാലം ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഞങ്ങളൊക്കെ കൂടുതൽ എപ്പോഴും നിഖിലേട്ടൊക്കെ എനിക്ക് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ ഉള്ള ഓർമ്മ, അതിന് മുമ്പും അറിയായിരുന്നു. അറിയാന്ന് വെച്ചാൽ ഞങ്ങൾ ബിനീഷ് പറഞ്ഞ ഒരുമിച്ചുള്ളതല്ലേ? ചെറുപ്പം മുതൽ അറിയാം. അല്ല, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാലസാറിന്റെ വീട്ടിൽ മ്യൂസിക് പഠിക്കാൻ പോയി തുടങ്ങുന്നത്. അതിനു മുമ്പ് അറിയാം, ഒരു ദിവസം അറിയാമെങ്കിൽ കണ്ണൻചേട്ടൻ്റെ അമ്മേനെ വിളിച്ച സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ബിനീഷും ഇവരൊക്കെ ഇവിടെ തന്നെ കളിച്ച് വളർന്ന കുട്ടികളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ. വീട്ടിൽ തന്നെ ആയിരുന്നു ഞങ്ങളൊക്കെ അവിടെ. അന്ന് ഞാനൊരു 9ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ണൻചേട്ടൻ ഇതുപോലെ ഗിറ്റാറും എല്ലാം വായിക്കും. അപ്പം ചില പാട്ടുകൾ, സിനിമ പാട്ടുകളൊക്കെ ഇറങ്ങുമ്പോൾ എടാ അത് പാടറാന്ന് പറഞ്ഞിട്ട് കീബോർഡ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ BG ഒക്കെ വായിക്കും. അപ്പം എനിക്ക് അത്ഭുതമാണ്. ഇങ്ങനെ എന്നെക്കാളും 2 വയസ്സ് കൂടുതലുള്ളൂ. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിനടുത്ത് എൻ്റെ അച്ഛനൊക്കെ കൂടെ ഉണ്ടാക്കിയ ഒരു ആർട്സ് ക്ലബ്ബ് ഉണ്ടായിരുന്നു, ഒരു സംഘശക്തി ആർട്സ് സെൻറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ, ഞങ്ങളുടെയൊക്കെ പ്രായമുള്ളവരെല്ലാം കൂടി ചേർന്നൊരു ഗാനമേള. അപ്പം എടാ കണ്ണനോട് പറ, അവൻ കീബോർഡ്. അപ്പോൾ അന്ന് കണ്ണൻചേട്ടന് കീബോർഡ് പോലും ഇല്ല. കണ്ണൻചേട്ടൻ കീബോർഡ് പോയി റെൻറ്റിനൊക്കെ എടുത്തിട്ട് വന്നു. അവിടെ പ്രതിഫലത്തിനല്ല, പ്രതിഫലം ഇല്ല, ഈ കീബോർഡിൻ്റെ റെൻറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അമച്ചോർ ഗാനമേളകളൊക്കെ നടത്തിയിട്ടുണ്ട് ഒരു കാലത്ത്. അപ്പോൾ തമ്പി കണ്ണൻചേട്ടൻ്റെ കിരൺ ബാലൻ എന്നാണ്, അവൻ ഗിറ്റാർ വായിക്കും. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഇങ്ങനെ ബാലഗാനമേള എന്ന് പറയാൻ പറ്റില്ല, കൗമാര ഗാനമേള ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് മുതലേ ഉള്ള. പിന്നെ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നുന്നത് എൻ്റെ ആദ്യത്തെ റെക്കോർഡ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ നാടകത്തിൻ്റെ പാട്ട്, അതിനും കീബോർഡ് വായിച്ച കണ്ണൻചേട്ടനാണ്. എൻ്റെ ആദ്യത്തെ സിനിമ പാട്ടിനും കീബോർഡ് വായിച്ച അദ്ദേഹമാണ്. ഉമ്മപ്പെണ്ണി ഉരിയാടപ്പയൻ, ബെന്നിച്ചേട്ടനാണ് അതിൻ്റെ ഋതം ചെയ്തിരിക്കുന്നത്. അധരം സഖി എന്ന് പറഞ്ഞ പാട്ട്. പിന്നെ ഇപ്പം ഞാൻ ബിനീഷേട്ടനോടൊരു കാര്യം ഇങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പം നിങ്ങൾ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും എന്ന് പറഞ്ഞ പോലെ ചെറുപ്പം ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ കണ്ണൻചേട്ടൻ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ബിനീഷേട്ടന് ഏത് ടൈപ്പ് ഓഫ് ഒരു പാട്ട് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക കണ്ണൻചേട്ടൻ്റെ അടുത്ത് നിന്ന് കൂടെ ഉണ്ടെങ്കിൽ? എന്താ, എങ്ങനെയാ ഇന്ന് എങ്ങനെ ഉണ്ടെങ്കിൽ? കോമഡി എന്ന് വെച്ചാൽ ഞങ്ങൾ കൂടുമ്പോൾ ഒരിക്കലും മ്യൂസിക്കിനെ പറ്റി സംസാരിക്കും, ഞങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ ഒരിക്കലും അവൻ ഞാൻ മറ്റേ വർക്ക് ചെയ്ത് അത് ഇത് അങ്ങനെ അതിനെ പറ്റി പുള്ളി പുകഴ്ത്തി പറയാറില്ല. അങ്ങനത്തെ ഒരു സംഭവം പറയാറില്ല. ഞാൻ മറ്റേ വർക്ക് ഞാൻ ചെയ്ത് അത് ഞാൻ ചെയ്തില്ല അങ്ങനെയൊന്നും പറയാറില്ല. പുള്ളി വേറെ കാര്യങ്ങൾ. ഞാൻ കണ്ണൻചേട്ടൻ്റെ കൂടെ ഡ്രൈവറായിട്ട് ചെന്നൈയിൽ പോയിട്ടുണ്ട്. അതായത് കണ്ണൻചേട്ടന് ഡ്രൈവ് ചെയ്യുന്ന, അവൻ്റെ പേര് മറന്നുപോയി, ഹരി ഒരു ദിവസം ഇല്ല. അപ്പോൾ കണ്ണൻചേട്ടൻ എടാ വാടാ എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട്, നീ നിക്കറ് കണ്ണൻചേട്ടൻ, ഞാൻ ഒരു പാൻറ് അതൊന്നും വേണ്ടടാ, നീ ഒരു ലുങ്ക് എടുത്താൽ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് വണ്ടി കയറി കണ്ണൻചേട്ടൻ ഇന്നോല് പോവാം. അപ്പോൾ അവിടെ വരെ വേറെ കാര്യങ്ങളാണ് പറയണ്ടത്, മ്യൂസിക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം പറയില്ല. നല്ലോണം ഫുഡും വാങ്ങിച്ചു തരും. അത് കഴിഞ്ഞ് കുറേ തമാശകളൊക്കെ പറഞ്ഞ്. പക്ഷെ എനിക്ക് തോന്നുന്നു ബെന്നിച്ചേട്ടനും കണ്ണൻചേട്ടനും ഉള്ള സമയത്ത് കൂടുതലും മ്യൂസിക്കൽ ഒരു ഇതായിരുന്നു തോന്നുന്നല്ലേ കുറച്ച്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചതിനേക്കാൾ കൂടുതൽ ഞാനും അതായത് ആ സമയത്തൊക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വർക്ക്. അത് തന്നെ. വർക്ക് കഴിഞ്ഞാൽ നേരെ ട്രിവാൻഡ്രത്തിന് പോകും, ട്രിവാൻഡ്രം നേരെ കോഴിക്കോട് പോവുക, ഇത് തന്നെയായിരുന്നു പരിപാടി. അപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് കൂടുതൽ ഒരുമിച്ച് ജീവിച്ചേക്കുന്നത്. ഞങ്ങൾ പക്ഷേ ഒരു ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒറ്റ മുറിയിലായിരിക്കും. ഇതുവരെ ഞങ്ങൾ 2 റൂമിലായിട്ട് താമസിച്ചിട്ടില്ല. ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത്, ഒരുമിച്ച് ആഹാരം കഴിക്കും, ഒരുമിച്ച് ഒരു കാര്യത്തിനും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ വഴക്കുണ്ടായിട്ടില്ല. ഒരിക്കലും അങ്ങനെ ഒരു ഇതില്ല, പ്രശ്നമേ ഇല്ല. എന്തായാലും നല്ല സ്നേഹമുണ്ടൊരു മനുഷ്യനാണ് സുജിത. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളി എന്നല്ല, ലോക സംഗീതം ശ്രദ്ധിക്കുന്ന ആരാണെങ്കിലും ഇത്തരമൊരു മ്യൂസീഷ്യനെ കുറിച്ച് ഡീപ്പായിട്ട് അന്വേഷിക്കാനോ പഠിക്കാനോ എന്നുള്ള സമയം ഇപ്പോൾ ഇല്ല ആർക്കും. അപ്പം സുജിത ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തെ പോലെ ഒരു മ്യൂസീഷ്യനെ ഇനിയും തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. കാര്യം അദ്ദേഹം ചെയ്തത് എന്താണ്, മലയാള സിനിമയ്ക്ക് കണ്ണൻ സൂരജ് ബാലൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സംഭാവന എന്തെന്നുള്ളത്
തിരിച്ചറിയേണ്ടത് സംഗീതാസ്വാദകരാണ്. അതെ, മ്യൂസീഷ്യൻസിനൊക്കെ ഉറപ്പായിട്ടും. അറിയാം, കൂടെ വർക്ക് അതെ, ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും. കൂടെ അദ്ദേഹത്തിന്റെ വർക്ക് talent ചെയ്യുന്നവർക്ക് അറിയാം. അറിയാം. നമ്മളെല്ലാവരും വർഷങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയെടുത്ത കാര്യമല്ല, കൂടെ നിന്ന് കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കി ഒരുപാട്. ഇപ്പോൾ ഓരോരുത്തർ അയ്യോ അത് കണ്ണൻ ചേട്ടൻ ചെയ്താണ് ഓരോന്ന് പറയും. ഞാനിപ്പോൾ ബെന്നിച്ചേട്ടനോട് സംസാരിക്കുമ്പോൾ ബെന്നിച്ചേട്ടൻ എനിക്കൊരു ലിസ്റ്റ് ഇത്രയും പാട്ടുകൾ, അപ്പോഴും ഞാൻ ഇതൊക്കെ കണ്ണൻ ചേട്ടൻ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. യൂട്യൂബിൽ ആ വീഡിയോയ്ക്ക് താഴെ മ്യൂസിക് പ്രോഗ്രാമർ ഇന്ന ആൾ എഴുതുന്നുണ്ട്. ആ സമയത്ത് അതില്ലല്ലോ. സമയത്ത് ഇല്ല, കമ്പനിയുടെ പേര് മാത്രമേ ഉള്ളൂ, മ്യൂസിക് ഡയറക്ടറിൽ ഇருக்கு. ഇത് എനിക്ക് കിട്ടിയൊരു ഒരു 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 പ്രത്യേകത എന്താ വെച്ചാൽ ടൈം പങ്ക്ച്വാലിറ്റി സാധനം. ആഹാ. അത് കണ്ണൻ്റെ അവൻ പറഞ്ഞു തരാം അങ്ങനെ ചെല്ലണം. അങ്ങനെയല്ല, ഞാൻ എൻ്റെ വീട്ടിലെടുത്ത് പണ്ട് കണ്ണനൊക്കെ പ്രോഗ്രാം ഗാനമേളയ്ക്ക് വരുന്ന സമയത്ത് ഞാനൊരു പ്രോഗ്രാം പിടിച്ചു. അപ്പം കല്യാണം കഴിച്ച് അധികം അറിയാല്ല, ചെറിയ പ്രായം. അപ്പം അവൻ്റെ ഫസ്റ്റ് ഓണമാണ്. അപ്പം ഞാൻ ചേട്ടാ നമുക്കൊരു 11 മണിക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പം ചേട്ടാ അയ്യോ എൻ്റെ ആദ്യത്തെ ഓണമാണ് ഞാൻ ചേട്ടാ. അപ്പം എൻ്റെ മനസ്സിൽ 12 മണി 1 മണിയാകുമ്പോൾ വന്നാൽ മതി. പക്ഷെ 11 മണി പറഞ്ഞാലുള്ള ബസ്സൊക്കെ വരുന്നത്, വണ്ടിയൊന്നും ഇല്ലെന്നോ. ഞങ്ങൾക്കൂടെ വേറെ തിരക്കുകളുണ്ട്. അപ്പം ഇവൻ വരുമ്പോൾ എന്തായാലും 1 മണി എന്നുള്ള കണക്കിൽ ഞാൻ ഈ 11 മണി പറഞ്ഞത്. അപ്പം എനിക്ക് അന്ന് അത് ഓണമാണ്, അവിടെ പോകണം എന്നൊക്കെ. ഞാൻ ചേട്ടാ അത് കാലത്ത് നേരത്തെ പോയിട്ട് നോക്കിയിട്ട് ഇവൻ കൃത്യം 11 മണിക്ക് ഇവിടെ വന്നു. എനിക്ക് ഭയങ്കര ഒരു ചമ്മൽ. ഞാൻ ആ സമയത്തോടെ ഇല്ല, എൻ്റെ വീട് അടുത്തുള്ള പ്രോഗ്രാം, ഞാൻ വേറെ എവിടെ എടുക്കും. ഇവൻ 11 മണിക്ക് വന്ന അതിനുശേഷം ഞാൻ ടൈം കീപ്പ് ചെയ്യണ സംഭവം 10 മണിക്ക് വരാൻ പറഞ്ഞാൽ അവനാ സംഭവം ചെയ്ത് എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. അല്ല, നേരിട്ട് എന്തായാലും പറയില്ലല്ലോ. കമ്മിറ്റ് ചെയ്താൽ ആ സമയത്തിനുള്ളിൽ ചെയ്തു കൊടുക്കും. ജോലിയുടെ കാര്യത്തിൽ എനിക്ക് വേറെ അനുഭവം കൂടി പറയാം. എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം മനസ്സിലുള്ളതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ നിഖിലൊക്കെ ഉണ്ട് ആ സമയത്ത് അവിടെ ചെന്നൈയിൽ വളരെ തിരക്ക് പിടിച്ച് അദ്ദേഹം പ്രോഗ്രാമിങ് ചെയ്യുന്ന ഒരു സമയത്ത് അർജുനൻ മാസ്റ്റർ ഒരു സിനിമ ചെയ്യുന്നു. ജയറാമേട്ടൻ ഹീറോ ആയിട്ടുള്ള കഥാനായിക ജയരാജ് സാറിൻ്റെ സിനിമ. കഥാനായിക എന്നല്ലേ സിനിമയുടെ പേര്. ആ സിനിമയിൽ കസ്തൂരി മണക്കുന്നല്ലോ എന്നുള്ള പാട്ട് റീറെക്കോർഡ് ചെയ്യുന്നു. പാടുന്ന യേശുദാസ് സാർ തന്നെ. അപ്പോൾ ഇവിടെ എറണാകുളത്ത് യേശുദാസ് സാർ പാടാനായിട്ട് വരും. അന്ന് സാന്റ സിസിലിയ റെക്കോർഡിങ് അവിടെ സ്റ്റുഡിയോയിലാണ് പാടുന്നത്. അപ്പോൾ തലേ ദിവസം വരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ പാടാനുള്ള സെഷൻ വേണ്ടേ, ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ കണ്ണൻ ചേട്ടനെ അവിടെ വേറെ വർക്കിൻ്റെ തിരക്കില്ല. വർക്ക് കഴിഞ്ഞ് രാത്രി ഇരുന്ന് ചെയ്ത് അയക്കാം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 9 മണി 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് ചേട്ടാ അത് ചെയ്തില്ല, നീ ഒന്ന് ചുമ്മാ ഒന്ന് മൂളിത്താ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പാട്ട് പാടാൻ വേണ്ടിയിട്ടൊരു ട്രാക്ക് പോലെ പാടി കണ്ണൻ ചേട്ടൻ അതിരുന്ന് അവിടെ നിന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രാത്രി ഒരു 12 1 മണിയൊക്കെ ആയി. 1 മണിയൊക്കെ ആയപ്പോൾ ഇത് കോംപ്രമൈസ് ഇല്ല. എന്നാൽ ഇത് പാടാൻ വേണ്ടി തൽക്കാലം 1-2 കോഡും ബാക്കിങ് വെച്ച് കൊടുക്കുക എന്നുള്ള പരിപാടിയില്ല. ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ അവിടെ തന്നെ താഴെ ഒരു പായ ഉണ്ടായിരുന്നതിൽ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഇത് ഏത് സമയത്ത് ഇദ്ദേഹം തീർത്തു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴോ ചെയ്തിട്ടുണ്ട്. രാവിലെ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ലേറ്റായിട്ടാണ് പിറ്റേ ദിവസം കാണുന്നത്. അപ്പോൾ അത് അയച്ചു എന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാൻ വേറൊരു ഞെട്ടിക്കുന്ന സംഭവം അറിയുന്നത്. അർജുൻ മാസ്റ്റർ മകൻ അനിച്ചേട്ടൻ പറഞ്ഞു, അനിച്ചേട്ടൻ തലേ ദിവസം കണ്ണൻചേട്ടനെ ഫോൺ വിളിക്കുന്നുണ്ട്. കണ്ണാ സെഷൻ കിട്ടിയില്ല, അച്ഛൻ ചോദിക്കുന്നുണ്ട് നാളെ രാവിലെ യേശുദാസ് സാർ വരും. ഞാൻ അയക്കാം അനിച്ചേട്ടൻ, ഞാൻ അയച്ചോളാം, രാത്രി തന്നെ അയച്ചോളാം, മെയിൽ ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഈ രാത്രി 10 മണി വരെ അനിച്ചേട്ടൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരണം. വിളിക്കുമ്പോഴും ഇത് ചെയ്തിട്ടില്ല. അനിച്ചേട്ടൻ ഈ കണ്ണൻചേട്ടനെ വിശ്വസിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങ് പോകുന്നു. എറണാകുളത്ത് വന്നിട്ട് ഈ സെഷൻ എങ്ങനെ എടുക്കും? അന്ന് ഇന്നത്തെ പോലെ മൊബൈലൊന്നും സെഷൻ എടുക്കാൻ പറ്റില്ല. അന്ന് ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേ പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് തോപ്പുംപടി വന്ന് നിൽക്കുക 9 മണിക്ക്. ഇൻ്റർനെറ്റ് കഫേ ഒരെണ്ണം തുറന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. അർജുന മാഷി ചോദിക്കുന്നു, മോനെ കിട്ടിയോ, സെഷൻ വന്നിട്ടുണ്ടോ, ഇത് അയച്ചോ, കണ്ണൻ അയച്ചോ? അച്ഛാ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അയച്ചിട്ടുണ്ടെന്നുള്ളത് സങ്കല്പം മാത്രമാണ്, ഫോണിൽ സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. 10 മണിയായപ്പോഴത്തേക്ക് അർജുന മാഷ് സ്റ്റുഡിയോയിൽ വന്നു. യേശുദാസ് സാർ ഏത് നിമിഷം വരും. അനിച്ചേട്ടൻ പറയും എനിക്ക് ചങ്കിടിച്ചിട്ട് പോയി. വരുമ്പോൾ ഒന്നുമില്ല, സ്റ്റുഡിയോയിൽ ഒരു സാധനം ഇല്ല. അനിച്ചേട്ടൻ സ്റ്റുഡിയോ അപ്പോൾ ഒരു 10-10 ഒരു ഇൻ്റർനെറ്റ് കഫേ തുറന്നു. അവിടെ ചെന്നപ്പം വന്നിട്ട് കണ്ണൻ അയച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ടാണ് ഒന്നും പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒരു ആർട്ടിസ്റ്റിൻ്റെ കമ്മിറ്റ്മെൻ്റാണ്. ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് എത്ര അന്ന് പകലുറങ്ങിയിട്ടില്ല, ഫുൾ പ്രോഗ്രാമിങ് ചെയ്ത ആളാണ്. നൈറ്റ് ഫുള്ളിരുന്ന് ഏതോ സമയത്ത് വെളുപ്പിനെ ചെയ്ത് തീർത്ത് അത് അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ശരിക്കും ഇപ്പം കണ്ണൻചേട്ടൻ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത്, ഇപ്പം ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു, ഞാൻ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണത്. കുറച്ച് നാളായിട്ടുള്ള തുടങ്ങിയിട്ടെങ്കിലും ഞാൻ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കേട്ടോ, നമ്മളുടെ കൂടെ ഇല്ലാത്തൊരാളുടെ കാര്യം എങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ളത് സത്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഓരോരോ ത്രെഡിൽ നിന്ന്, ഇപ്പം മച്ചേട്ടൻ പറഞ്ഞ ഒറ്റ ത്രെഡിൽ നിന്നാണ് ഇത്രയും ഡെവലപ്പായത്. പക്ഷേ ഇത്രയും ആളുകളിലൂടെ കണ്ണൻചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി കൂടുതൽ ജീവിക്കുക തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, FB പോസ്റ്റിൽ നിന്നാണ് ഈ ഇന്റർവ്യൂ ഉണ്ടാവുക. സത്യം.
ഞാനപ്പോൾ അങ്ങനെ എഴുതി. അതായത് ഞങ്ങളുടെ ഞാനും ചേട്ടനും കൂടെ ഇരുന്ന സമയത്ത് ഒരു റീലല്ലേ, റീൽ ആദ്യം പോയി. അപ്പോൾ എനിക്ക് കുറേ DM ഒക്കെ വന്നു, കണ്ണനെ ഓർത്തതിൽ നന്ദി എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകൾ, കണ്ണൻചേട്ടൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഫാൻസും ഒക്കെ വന്നിട്ട് ഇത് ചെയ്തു. അപ്പോൾ ഞാൻ മച്ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പിറ്റേന്ന് പറഞ്ഞു, മച്ചേട്ടൻ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു പോസ്റ്റും കൂടെ, ഒരു കുറിപ്പും കൂടെ എഴുതാം, എനിക്ക് അങ്ങനെ എഴുതാൻ ഇഷ്ടമാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എഴുതാം എന്ന് വിചാരിച്ചിട്ട് വളരെ ചെറിയൊരു കാര്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എഴുതിയത്. ഓക്കെ, എൻ്റെ ഒരു ഓർമ്മ പോലെ അങ്ങനെ എഴുതിയതാണ്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു പിന്നെ അന്വേഷണം ഒരു 3 ഇരട്ടിയായിട്ട് വന്നത്. അമ്മയൊക്കെ കണ്ടിട്ട് കണ്ടു, ഞാൻ മാച്ചേട്ടനെ വിളിച്ചു. മധുവിനെ സംബന്ധിച്ച് മ്യൂസിക്കലി വിത്ത് സുജിയിലൂടെ ഉള്ള ഒരു ഗുരുദക്ഷിണയാണ് അല്ലെങ്കിൽ അയ്യോ തീർച്ചയായിട്ടും. അല്ല, മധുചേട്ടൻ അത് ഓർക്കാൻ വെച്ചാൽ ഒരു ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറഞ്ഞ മാതിരിയാണ് മധുചേട്ടൻ. ആ ഒറ്റൊരു സംസാരത്തിൽ നിന്നാണ്. അതെ, പക്ഷെ എന്നാലും ഒരു ഗുരുസ്ഥാനത്ത് കാണുന്നയാളാണ്. അത് ഉറപ്പായിട്ടും. ചേട്ടൻ മധുചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബുക്കിൽ ഫോട്ടോ വെച്ച് വരെ ആരാധിച്ചിട്ടുണ്ടെന്ന്. അത്രത്തോളം ഒരു അത് മതി നമ്മൾ കേട്ട്. മധുചേട്ടൻ ഇപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് അന്ന് ഒരു പ്രോഗ്രാം, അല്ല എങ്ങനെയാണ് പുതിയ തലമുറയിലെ കുട്ടികൾ എങ്ങനെയാണ് ഒരു ഈ ആർട്ടിസ്റ്റ് ഇങ്ങനെ ഇവോൾവ് എങ്ങനെയാണ് അവർ വരുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു ഒന്നുമില്ല സുജിത, ധാരാളം കേൾക്കണം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കതൊരു മചേട്ടനെ കേട്ട് പഠിച്ചതിൽ നിന്നാണ് ആ ഒരു ഇത് വന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു എങ്ങനെ വരണം എന്നുള്ളതിൻ്റെ ഒരു ലേണിംഗ് പ്രോസസ്സും കൂടിയാണത്. നമ്മൾ ധാരാളം കേൾക്കുക. ഇപ്പോൾ നമ്മൾ കർണാട്ടിക്കിലൊക്കെയാണ് നമ്മളോട് പറയും, പഠിപ്പിച്ച് തുടങ്ങുമ്പോഴേ പറയും, മറ്റേ നിങ്ങൾ GNBയുടെ കേൾക്കണം എന്ന് നമ്മളടുത്ത് പറയും, നമ്മൾ കേൾക്കും. അല്ലാതെ പ്രോഗ്രാമേഴ്സ് തീർച്ചയായിട്ടും അത് കേട്ട് മനസ്സിലാക്കേണ്ട ഒരു വഴി തന്നെ. അതെ അതെ അതെ. കാര്യം ഇപ്പം വയലിൻ ഇപ്പം പലപ്പോഴും പാട്ടിന് നമ്മൾ ഗാനമേളയ്ക്കൊക്കെ പാട്ടുകൾ എടുക്കുമ്പോൾ വയലിൻ വായിക്കാൻ വരുന്നവരെ അവർ ചോദിക്കും, ഇത് കണ്ണൻ പ്രോഗ്രാമിങ് ചെയ്തതാണല്ലേ എന്ന് ചോദിക്കും. കാര്യം അവർക്ക് മനസ്സിലാവും, അറേഞ്ച്മെന്റ് മനസ്സിലാവും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ബെന്നിച്ചേട്ടൻ്റെ നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തതിൽ ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു, എല്ലാ പാട്ടുകളും ഓർമ്മയിലുണ്ട്. ഞാൻ ചോദിച്ചാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വാവ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു കുറേ. അപ്പോൾ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും അല്ല. അതെ അതെ. ബെന്നിച്ചേട്ടനെ മാത്രം ഇതുപോലെ ഇരുന്നൊരു മണിക്കൂറുകൾ സംസാരിക്കാൻ, അല്ല ബെന്നിച്ചേട്ടനെ മാത്രം എടുക്കുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ ഇന്ന വർക്ക് സൂപ്പറാണെന്ന് അങ്ങനെയല്ല, എല്ലാ വർക്കിനും അതിൻ്റെതായ രസവും ത്രില്ലും ഓരോ വർക്കും. അതായത് ചെയ്തു വരുമ്പം ഇപ്പോൾ ചന്ദനമണി തന്നെയാണെങ്കിലും ആ പാട്ട് പ്രോഗ്രാം ചെയ്തപ്പോഴത്തേക്കും ഡയറക്ടർ എന്ന് പറയുന്നത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ ഇങ്ങനെ കൈ വെക്കണം. അപ്പം കുറച്ച് ഡാൻസ് സ്റ്റെപ്പുകൾ ഉണ്ട്. അത് മറ്റേ പ്രഭുദേവയുടെ ബ്രദറാണ് രാജസുന്ദരാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ സ്റ്റെപ്സിന് അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു. അല്ല ഇത് കേട്ടിട്ട് ഇതിനെന്ത് നമ്മൾ ചെയ്യണമെന്നുള്ളത് നമുക്ക് ചെയ്തങ്ങ് പോവുക. അല്ലാതെ ഇതിനെക്കുറിച്ച് ഓർത്തൊരു ടെൻഷനോ അങ്ങനെ ഒന്നും വരുന്നില്ല. കാരണം കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ടെൻഷനും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞ ഓർമ്മകൾ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പെട്ടെന്ന് ഇങ്ങനെ വരുന്നില്ല. എങ്കിലും ഇതുപോലൊരു ഇനിയൊരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ ശരിക്കും തീർച്ചയായിട്ടും ഞാൻ ബെന്നിച്ചേട്ടനെ അല്ല എടുക്കുന്നുണ്ട്. സുജയന്റെ അടുക്കൽ ചോദിച്ചായിരുന്നു നമുക്ക് ആരെ വെക്കണം. ഞാൻ പറഞ്ഞു ബെന്നിച്ചേട്ടൻ. ബെന്നിച്ചേട്ടൻ അറിയാന്നുള്ളത്ര കഥ വേറെ ആർക്കും അറിയില്ല, ഉണ്ടാവില്ല. കാരണം അത്ര ഒരുമിച്ചാണല്ലോ ഇവര് വർക്ക് ചെയ്തത്. ഇവര് ഈ പ്രജയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോ മാർട്ടിൻ സ്റ്റുഡിയോയില് ഇവർ രണ്ടും കൂടി ഇരുന്ന് കമ്പ്യൂട്ടർ ഒക്കെ വെച്ചിരിക്കുമ്പോ ഞാൻ പോയിട്ടുണ്ട് അവിടെ ബാക്കിൽ കാണാൻ. പിന്നെ നരസിംഹം. ഇത് കൂടാതെ കണ്ണൻ ചേട്ടന് ഹിന്ദി സിനിമകൾക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഹീര ഫേരി എന്ന് പറഞ്ഞ പ്രിയദർശൻ സാറിന്റെ സിനിമ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഞാനത് ആരോ പറഞ്ഞിട്ട് അത് ശരിയാണോന്ന് അറിയാൻ അത് യൂട്യൂബിൽ ആ സിനിമ ഒന്ന് എടുത്തു നോക്കും. അപ്പൊ അതിന്റെ ടൈറ്റിൽസിനുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതാ പറഞ്ഞത്, വലിയ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിലൊക്കെ ഒരു പാടത്തിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് മലയാളിക്കാണ് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത്? ഏത് മ്യൂസിഷ്യനാണ് ചെയ്തിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ കണ്ണൻ ചേട്ടൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളതൊരു ആ ഒരു തേസ്റ്റ് ഉണ്ടല്ലോ, ആ മ്യൂസിഷ്യൻ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു എല്ലാവരുടെ ഒരു ആഗ്രഹം അത് ഭയങ്കര കൂടുതലാണ് ശരിക്കും. രണ്ട് രീതിയിലാണ്. വലിയ മ്യൂസീഷ്യൻസ് ഉണ്ട്. ഇപ്പം രവീന്ദ്ര മാസ്റ്ററും ദക്ഷിണാമൂർസ്വാമി മുതലുള്ള ആളുകളുടെ കൂടെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്, ലൈവായിട്ട് കീബോർഡ് പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ രവീന്ദ്ര മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ തുടങ്ങി ഇങ്ങോട്ട് വലിയ മ്യൂസീഷ്യൻസ് ഇവർ വർക്ക് ചെയ്തിട്ടില്ലാത്ത പ്രതിഭകളില്ല. അവരുടെ എല്ലാം കൂടെ വർക്ക് ചെയ്തപ്പോൾ
അവരുടെയൊക്കെ പാട്ടുകൾ അവർ മനസ്സിൽ ഉദ്ദേശിച്ച തലത്തിലേക്ക് ഉയർത്തി ആ പാട്ടുകൾക്ക് ഏറ്റവും സപ്പോർട്ടിങ് ആയ രീതിയിൽ ഓർക്കസ്ട്രേഷൻ ഒരുക്കാനും അതോടൊപ്പം തന്നെ വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ള ചില മ്യൂസിക് ട്യൂണുകൾ മ്യൂസിക് ഡയറക്ടേഴ്സ്, ഞാൻ അങ്ങനെ ആരുടെയും കുറച്ച് പറയുന്നതല്ല, വളരെ സാധാരണമായി പോകാവുന്ന ചില പാട്ടുകളെ എടുത്ത് വലിയൊരു തലത്തിലേക്ക് ഉയർത്താനും അതെ ഈ അതെ orchestration കൊണ്ട് തീർച്ചയായിട്ടും. അതെ, സാധിച്ചിട്ടുണ്ട്. അല്ല ഓർക്കസ്ട്രേഷൻ്റെ ഒരു പലപ്പോഴും വളരെ സാധാരണ ആ ട്യൂണായിട്ട് എടുത്ത് നോക്കിയാൽ ഒന്നും ഇല്ലാത്ത ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷെ അതിനെ ധീരൻ സാറിന്റെ ഇത് പറഞ്ഞിട്ട് ഓർത്തെ കാക്കക്കുയിലുണ്ടാണ് കാക്കക്കുയിലെ വെട്ടം പാടാൻ വനമാലി അല്ലേ, അതൊക്കെ അല്ലേ? അല്ല ഓർക്കസ്ട്രേഷൻ ശരിക്കും പറഞ്ഞ ഒരു ലൈബ്രറി പോലെയാണ് ഇവർ രണ്ടുപേരും കൂടെ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ അത് ഏതൊക്കെ വർക്കുകളാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ. ഇപ്പോൾ ബെന്നിച്ചേട്ടൻ എനിക്കൊന്നും ആരോടും പോയി പറയുന്നു തോന്നില്ല. ബെന്നിച്ചേട്ടൻ ഇപ്പം പറഞ്ഞു അറിയാവുന്നതിന്റെ അനുഭവത്തിന്റെ പകുതിയേ പറഞ്ഞു. നിങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴേ ആദ്യം പ്ലാൻ ചെയ്യുന്ന ഒരു ഗ്രൂവാണ് അത്. ആദ്യം ഒരു ഗ്രൂവ് ഉണ്ടാവും. ഗ്രൂവ് ഉണ്ടാക്കി അല്ല കണ്ണനും കൂടെ സപ്പോർട്ട് ചെയ്തായിരിക്കും, അതായത് ചേട്ടൻ്റെ ഐഡിയ ആണ്. ആദ്യം എന്നോട് ഒരു ഗ്രൂവ് ഉണ്ടാക്കിക്കോളാൻ പറയും. ഞാൻ ഒരു ഗ്രൂവ് ഉണ്ടാക്കിയിട്ട് പാട്ടിന് നമുക്ക് ഇങ്ങനെ ആക്കാം. അതിൻ്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പോയും ആ പാട്ടിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പോയും അതിൻ്റെ ഒരു പിച്ചും ഇതെല്ലാം ഫിക്സ് ചെയ്ത്, പിച്ച് മിക്കവാറും മ്യൂസിക് ഡയറക്ടർ തന്നെ പറയുമായിരിക്കും. അല്ലെങ്കിൽ അതിനൊരു കറക്റ്റായിട്ടുള്ള താളം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പോക്കറ്റ് പോലെ അല്ല ഇത് ആ ഒരു ലോക്കാണ്. അതൊരു ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇതിന് ഒരു ടെമ്പോ ഇവര് ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര. അല്ല ഞാൻ കണ്ണനോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ എടാ ചെയ്യുമ്പോ എങ്ങനെ, അപ്പൊ എടാ ഞങ്ങൾ ചിലപ്പോ ഒരു ഗ്രൂവ് ആലോചിച്ച് കുറെ സമയം ഇരിക്കും ഞങ്ങൾ ഇങ്ങനെ ഗ്രൂവ് ഒന്ന് ആയി കഴിഞ്ഞിട്ടാണ്. ഇത് സത്യം പറഞ്ഞൊരു പർട്ടിക്കുലർ ഫ്രെയിം ഒന്നും ഇല്ലല്ലോ. ഓരോ ആർട്ടിസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഈ ക്രിയേറ്റീവ് ഐഡിയാസ് പുറത്തു വരുന്നതും. അപ്പോൾ അതെങ്ങനെ ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചപ്പം ബെന്നിച്ചേട്ടൻ ഇപ്പം അത് പറയാൻ കുറേ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവർക്കറിയാം ആ ഒരു മൊമെൻറ്റിൽ അവർ ചെയ്തൊരു കാര്യമാണ്. അതിന് അങ്ങനെ ഒരു ഗ്രൂവ് അല്ല ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടറുടെ മനസ്സിലോ അല്ലെങ്കിൽ വേറെ ചിന്തിക്കും അങ്ങനെയല്ല. പക്ഷെ അതിന് വേറൊരു ആക്സെന്റിലാണ്, ഒരു ട്രിപ്ലറ്റ് ആക്സെന്റിൽ അല്ലേ, അതാണ് അതിന്റെ ഒരു എല്ലാ പാട്ടിനും ടെമ്പോ ആണ് ഹൈലൈറ്റ്, ഭയങ്കര ഹൈലൈറ്റ് ആണ്. ഇപ്പോൾ പറയാൻ മറന്ന പരിഭവങ്ങൾ അത്രയും സ്ലോ പേസിൽ അത് ചെയ്യുന്നു. അടുത്ത പാട്ട് വരുമ്പോഴത്തേക്കും ചന്ദനമണി സന്ധ്യകൾ വരുമ്പോഴേക്കും ഒന്നും കൂടി സിനിമ ഡിമാൻഡ് ചെയ്യുന്ന, സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു 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 പേസ് ഉണ്ട്. ആ പേസ് അക്വയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ഇതിനെ കളർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനങ്ങ് കളർ വാരി വെതറുകയാണ് കാണും. പിന്നെ സ്ക്രീനിൽ കാണുന്ന, നമ്മൾ കാണുന്ന ഈ വിഷ്വലിലേക്ക് ആ ഡയറക്ടറെ തോന്നിപ്പിക്കുന്ന ഈ സംഗീതമാണല്ലോ അങ്ങനെ എടുക്കാൻ തോന്നിപ്പിക്കുന്നത്. പിന്നെ രവീന്ദ്ര മാഷ്, മോഹൻചേട്ടനെ എല്ലാരും ഇവരുടെ ഡേറ്റ് നോക്കിയിട്ട് വർക്ക് മാറ്റി വെക്കുന്നതൊക്കെ ഞാൻ അത് ഭയങ്കര രസമുള്ള ഒരു വർക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അതൊരു ഘടസിങ്കാരി വെച്ചുള്ള ട്രീറ്റ് അല്ലേ അല്ലേ പാട്ടിന്റെ ഭയങ്കര ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. അതുപോലെ അതിലെ മറ്റേ പാട്ടും ഋതം ഉണ്ട്, അതുപോലെ മെലഡി ഉണ്ട്. എന്തിനായി നിൻ ഇടം കണ്ണിൻ തടം തുടിച്ചു. അല്ല അങ്ങനെ പറയാനാണെങ്കിൽ ഞാൻ ഇപ്പൊ പറയാൻ പോയതാ, ആയിരക്കണക്കിന് പാട്ടുകളാണ്, ഒന്നും രണ്ടും അല്ല. സൂത്രധാരണത്തിൽ രാവിൽ ഏതോ അല്ല ബീജിക്ക് ഒരു ട്രിപ്പറ്റ് ഒക്കെ പ്രധാനം. ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ പറഞ്ഞതുപോലെ വലിയ വലിയ മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ കൂടെ, മഹാഗായകരുടെ കൂടെയൊക്കെ ഇവർ പ്രവർത്തിച്ച് വന്നവരാണ്. ഈ ഒരു കുറഞ്ഞ പീരീഡിനുള്ളിൽ ഇവർ സിനിമയ്ക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു. മലയാള സിനിമ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഈ പാട്ടുകളുടെ രൂപവും ഭാവവും ഒക്കെ മാറിയതിൻ്റെ പിന്നിൽ ഇതുപോലെയുള്ള ഓർക്കസ്ട്ര കലാകാരന്മാരുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ബെന്നിച്ചേട്ടൻ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് സിനിമകൾക്ക് സംഗീതം ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സംഗീത സംവിധാനം എന്നുള്ള രീതിയിൽ. അവർ കണ്ണൻ ചേട്ടനും ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് ഇതുപോലെ പാട്ടുകളുടെ പിന്നണിയിലാണ്. അതെന്താണെന്നുള്ളത് ഇനിയുള്ള തലമുറ കൂടുതൽ കണ്ടെത്തട്ടെ, മനസ്സിലാക്കട്ടെ, അത് അവർക്ക് ഗുണമായി തീരട്ടെ. അതെ തീർച്ചയായിട്ടും. ടെക്നോളജിക്ക് അപ്പുറത്തേക്ക് ഒരു മ്യൂസിക്കൽ അവെയർനെസ്സും ഒരു മ്യൂസിക്കൽ ഒരു തോട്ടും എത്രത്തോളം നമ്മൾക്കുണ്ടോ അതിനനുസരിച്ചാണ് എൻ്റെ ലൈഫ് നിൽക്കുന്നത്. ഇപ്പം ഈ ഒരു പാട്ടുകൾ എനിക്ക് തോന്നുന്നില്ല, ഈ ഒരു പാട്ടുകളൊന്നും മലയാള സിനിമാ സംഗീതം ഉള്ളത്ര കാലം ഈ പാട്ടുകൾക്ക് എന്തായാലും ഉണ്ടാവും. അത് എൻ്റെ എക്സിസ്റ്റൻസ് അങ്ങനെ വരുന്നത്, അതിൻ്റെ ഒരു ലൈഫും ഒക്കെ കൂടുന്നത് എത്രത്തോളം ആലോചിച്ച് അറിഞ്ഞ് അതിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും പറയാം അതങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞാലും അതെങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. അതെ തീർച്ചയായിട്ടും. അതുപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അതുവരെ മ്യൂസിക്, ഈ പ്രോഗ്രാമിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെന്നൈയിലാണ്. അത് കഴിഞ്ഞ് ഈ ഞങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞ പയ്യെ അത് കേരളത്തിലേക്ക് വരാൻ തുടങ്ങി.
ഇവിടെ ഈ മലയാളം മ്യൂസീഷ്യൻസ് എല്ലാം ഇവിടെ തന്നെ ചെയ്യാൻ തുടങ്ങി. മ്യൂസിക് ഡയറക്ടേഴ്സ് ഇവിടെ ചെയ്യാൻ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ചരിത്രം തന്നെയാണ്. അല്ല, കൊച്ചി ഒരു വലിയ ഹബ്ബായി മാറിയല്ലോ. പിന്നെ AR റഹ്മാൻ സാറിൻ്റെ ഒരു സംഗീത രംഗത്തേക്കുള്ള വരവ് മുതലാണ് സിനിമാ സംഗീതത്തിലേക്ക് കമ്പ്യൂട്ടർ സംഗീതം വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ വന്നതോടുകൂടി ഇവിടെ എല്ലാം നശിച്ചു പോയി എന്നൊക്കെ കരയുന്ന ആളുകളുണ്ട്. പക്ഷേ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞതിനെ എങ്ങനെ മനോഹരമായി ഉപയോഗിക്കാം, ടെക്നോളജി എങ്ങനെ മനോഹരമായിട്ട് ഒരു സംഗീതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് കാണിച്ചു തന്ന മ്യൂസീഷ്യൻസിൽ ഒരാളായിരുന്നു കണ്ണൻ. അതാണ് നമ്മൾ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. വലിയൊരു മ്യൂസീഷ്യൻ. അദ്ദേഹത്തിന് കമ്പ്യൂട്ടറിന്റെ ടെക്നിക്സ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നിറഞ്ഞ സംഗീതം തന്നെയാണ്. അതെ അതെ. അല്ല കണ്ണന്റെ പ്രത്യേകത കേട്ടോ, ലൈവ് വായിച്ച് ചെയ്യേണ്ടത് ലൈവ് തന്നെ ചെയ്യുന്നുണ്ടല്ലോ. തന്നെയാണ് ഇതിനകത്ത് main. കണ്ണൻ സൂരജ് ബാലൻ എന്നൊരു പ്രോഗ്രാമർ, കീബോർഡ് പ്രോഗ്രാമർ, ഒരു വലിയൊരു മ്യൂസീഷ്യൻ. അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് അത്രയും ക്ലോസ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബെന്നിച്ചേട്ടൻ, സുദീപേട്ടൻ, അതുപോലെ തന്നെ നിഖിൽ. ഇപ്പോഴത്തെ ഒരു കുട്ടിയാണ് നിഖിൽ, പക്ഷേ നിഖിൽ ഭയങ്കര ഭാഗ്യവാനാണ് അക്കാര്യത്തിൽ. നിഖിൽ, ബിനിച്ചേട്ടൻ റിലേറ്റീവും കൂടിയാണ്, മധുചേട്ടൻ. ഇത്രയും കോറായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് ഞാൻ ആ ഒരു കാര്യം സംസാരിച്ചത്. എന്നെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു കാര്യമാണ്. അതിൽ ഓരോരോ ആളോടും വ്യക്തിപരമായി എന്താ പറയുക, വലിയ നന്ദി അറിയിക്കുകയാണ്. ചന്ദനമണി സന്ധികളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 ദ്രുതതാളം